ഹായ്, ഞാൻ ഈ വോയിസ് ഇടുന്നത് പ്രസാദിനൊരു ടെസ്റ്റിമോണിയൽ പറയാൻ വേണ്ടിയിട്ടാണ്. അതിനു മുൻപ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജോസഫ് പീറ്റർ. ഞാൻ എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് കാഞ്ഞൂരിലാണ് താമസിക്കുന്നത്. ബേസിക്കലി ഞാനൊരു ഇലക്ട്രോണിക്സ് എൻജിനീയറാണ്. എൻ്റെ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ബിസിനസ്സാണ്. 2009 ഞാൻ എൻ്റെ സ്ഥാപനം ഇമേറ്റ് ടെക്നോളജീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോളാർ പവർ പ്ലാന്റ്സ്, സോളാർ വാട്ടർ ഹീറ്റർ, ഇൻവെർട്ടർ, UPS ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ് ഞാൻ ആ സ്ഥാപനം വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. 2022 ഞാൻ മറ്റൊരു സ്ഥാപനം കൂടി തുടങ്ങി, ഇമേറ്റ് ഗ്രീൻ വേൾഡ്. കൃഷിയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് അതിലൂടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. കൃഷിക്ക് ആവശ്യമായ വിത്തുകൾ, തൈകൾ, ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. എൻ്റെ കൃഷിയോടുള്ള താല്പര്യം കൊണ്ടും മറ്റും ഞാനൊരു കൃഷിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് മാത്രം ചെയ്യാനായിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഏകദേശം ഒരു 3 വർഷം മുൻപ് 2021 ആ റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കാനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും കൃഷിക്കാർക്ക് വേണ്ടത്ര ഒരു വിസിബിലിറ്റി കൊടുക്കാനും അവർക്ക് വേണ്ടത്ര റെസ്പെക്റ്റ് ലഭിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ആ ചാനലിലൂടെ ഞാൻ പരിശ്രമിക്കുന്നത്. ദൈവാനുഗ്രഹത്താൽ ആ ചാനലിന് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും വാച്ച് അവേഴ്സൊക്കെ ആയി ഒരു യൂട്യൂബിൽ നിന്നൊരു മോണിറ്റൈസേഷൻ കിട്ടുന്ന ലെവലിലേക്ക് ആ ചാനൽ വളരുകയുണ്ടായി. ഈ യൂട്യൂബിൽ നിന്ന് ഈ മോണിറ്റൈസേഷൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോർമാലിറ്റീസ്, കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് സെറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്യാനായിട്ട് എനിക്ക് കൃത്യമായിട്ട് ആദ്യമായതായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു. എനിക്കറിയാവുന്ന പല യൂട്യൂബേഴ്സിനോടും ചോദിച്ചപ്പോൾ അവർക്കും കൃത്യമായിട്ടത് പറഞ്ഞു തരാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പ്രസാദിനെ പറ്റി കേൾക്കുന്നത്. പ്രസാദിനെ ഞാൻ കോൺടാക്റ്റ് ചെയ്തു. ഈ കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു. പ്രസാദ് ഒരു സൂം സെഷനിലൂടെ ഏകദേശം ഒരു അരമണിക്കൂർ എടുത്ത് എനിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. എന്നെക്കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്യിപ്പിച്ചു. പ്രധാനമായിട്ടും ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് യൂട്യൂബുമായിട്ട് ലിങ്ക് ചെയ്യുക, ടാക്സ് ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുമാണ് ചെയ്യാനുണ്ടായിരുന്നത്. അതെല്ലാം കൃത്യമായിട്ട് പ്രസാദ് എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അതുപോലെയൊക്കെയുള്ള സോഷ്യൽ മീഡിയ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ, ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ആശയങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് ഈ പ്ലാറ്റ്ഫോം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി പോവും. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ പാടുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രസാദിനെ പോലെയുള്ള ഒരാൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രസാദിന് അതിനുള്ള നോളജ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. അത് കൃത്യമായിട്ട് ക്ഷമയോടുകൂടി പറഞ്ഞു തരാനുള്ള ഒരു സ്കില്ലും പ്രസാദിനുണ്ട്. അപ്പോൾ പ്രസാദിന് എന്നെ ഹെൽപ്പ് ചെയ്തതുപോലെ കൂടുതൽ ആളുകളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും ബിസിനസ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. താങ്ക് യു.